പേഷ്യൻറ്റിൻ്റെ അടുത്ത് നോർമലാണോ നിങ്ങളുടെ പീരീഡ്സ് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ യെസ് എന്ന് പറയാറുണ്ട്. പക്ഷേ എന്താണ് ഈ നോർമൽ പീരീഡ്സ് എന്ന് പലപ്പോഴും ആളുകൾക്ക് അറിയാറില്ല. അപ്പോൾ നമുക്ക് എന്താണ് നോർമൽ പീരീഡ് എന്നുള്ളത് നോക്കാം. എങ്കിൽ മാത്രമേ അത് അബ്നോർമൽ ആണോ എന്നും കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. നോർമൽ പീരീഡ്സ് അറിയണമെങ്കിൽ നമുക്ക് 5 കാര്യങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ ആദ്യത്തേന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. നമുക്ക് പീരീഡ്സ് വരുന്നത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത പീരീഡ് വരുന്നത് എന്നുള്ളൊരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ ഫ്രീക്വൻസി മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടായേക്കാം. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 24 മുതൽ 34 ദിവസം വരെയാണ്. അതിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹോർമോണൽ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ, PCODയോ തൈറോയിഡ് ഡിസീസുകളോ അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടുതലോ കുറയുന്നതൊക്കെ കാരണമായേക്കാം. അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് പോലുള്ള കണ്ടീഷൻ ആവാം. ഒരുപാട് നാളായിട്ട് പീരീഡ്സ് സ്റ്റോപ്പായി നിൽക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ പ്രഗ്നൻസിയുടെ സൈൻ ആയിരിക്കാം. അതല്ലെങ്കിൽ പെരിമെനോപോസ്, നിങ്ങൾക്ക് മെൻസ്ട്രുവേഷൻ നിൽക്കാനുള്ള ഒരു ടൈമായി എന്നുള്ളതാവാം. അതല്ലെങ്കിൽ PCOD പോലെയുള്ള കണ്ടീഷൻസ് ആയേക്കാം. രണ്ടാമത്തേന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ബ്ലീഡിംഗ് ആണ്. എത്ര ദിവസമാണ് നിങ്ങളെ ബ്ലീഡിംഗ് ഉള്ളത് എന്നുള്ളത്. 2 ദിവസത്തിന് കുറവാണെങ്കിൽ പലപ്പോഴും അത് നമുക്ക് സ്ട്രെസ് കാരണം ആയേക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് കുറയുന്നതാവാം. അതല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എടുക്കുന്നത് കൊണ്ടോ PCOD പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ ആയിരിക്കാം. ഇനി ഇത് 7 ദിവസത്തെ കൂടുതലാണെങ്കിൽ, നോർമലായിട്ട് 7 ദിവസമാണോ ഉണ്ടാവാറുള്ളത്, അതിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഹോർമോൺ ഡിസീസസോ എൻഡോമെട്രിയോസിസ് പോലെ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് പോലെയുള്ള കണ്ടീഷൻസ് ആയിരിക്കാം. മൂന്നാമത്തേതാണ് പെയിന്. മൈൽഡ് ടു മോഡറേറ്റ് പെയിൻ അല്ലെങ്കിൽ വേദന ഇല്ലാതിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ സിവിയർ പെയിൻ അല്ലെങ്കിൽ ഡിസ്മെനോറിയ എന്ന് പറയുന്നത് പലപ്പോഴും ഫൈബ്രോയിഡോ അതല്ലെങ്കിൽ എൻഡോമെട്രിയോസിസോ പോലെയുള്ള കണ്ടീഷനിൽ ഉണ്ടാവാറുണ്ട്. നാലാമത്തേന്ന് പറയുന്നത് സൈസ് ഓഫ് ദ ക്ലോട്ട് ആണ്. നമുക്ക് നോർമലി ബ്ലഡ് ക്ലോട്ട് ഒരു P സൈസിലുള്ളതാണെങ്കിൽ നമുക്കത് നോർമലായിട്ട് കാണാം. പക്ഷേ ഈ ക്ലോട്ട് ഒരു ഗ്രേപ്പിൻ്റെ അത്രയും സൈസ് അല്ലെങ്കിൽ അതിന് കൂടുതലുണ്ടെങ്കിൽ പലപ്പോഴും അതൊരു പോളിപ്പോ എൻഡോമെട്രിയോസിസോ ഫൈബ്രോയിഡോ തുടങ്ങിയിട്ടുള്ള കണ്ടീഷൻസ് ആയേക്കാം. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പോട്ടിംഗ് ആണ്. പീരീഡിന് മുമ്പേ ജസ്റ്റ് സ്പോട്ടിംഗ് കാണുന്നത് നോർമലാണ്. പക്ഷേ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം 15 ഡേയ്സ് വരെ അല്ലെങ്കിൽ 20 ഡേയ്സ് വരെയൊക്കെ സ്പോട്ടിംഗ് നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടായേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോർമലാണോ എന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങളുടെ പീരീഡ്സ് നോർമലാണോ അബ്നോർമലാണോ എന്ന് തീരുമാനിക്കുക.